ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം. നമുക്കറിയാം, നമ്മളെല്ലാവരും എയർപോർട്ടിൽ പോകുന്ന ആളുകളാണ്. കോഴിക്കോട് എയർപോർട്ടിൽ മറ്റ് എയർപോർട്ടുകളൊക്കെ പോകുന്ന സമയത്ത് യാത്രക്കാർ 2 മണിക്കൂർ മുമ്പേ എന്ത് ചെയ്യണം? എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയുടെ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. കോഴിക്കോട്ട് ദേശീയപാത, നമുക്കറിയാം ദേശീയപാതയുടെ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവർ ഭാഗികമായിട്ട് അടച്ചിരിക്കുകയാണ്. തുടർന്ന് രാമനാട്ടുകര ജംഗ്ഷനിൽ നല്ല രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 11 മൈൽ മുതൽ ജംഗ്ഷൻ വരെയുള്ള വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. നിങ്ങൾ യാതൊരു കാരണവശാലും ക്യൂ നിൽക്കാതെ കയറി വരികയാണെങ്കിൽ കൂടുതൽ സമയം ഗതാഗത കുരുക്കിൽ നിൽക്കേണ്ടി വരും. രാമനാട്ടുകരയിലും അതുപോലെ തന്നെ എയർപോർട്ട് റോഡിൽ പുളിക്കൽ അങ്ങാടിയിലും എയർപോർട്ട് കവാടത്തിനരികിലും ട്രാഫിക് ജാം ഉള്ളതിനാൽ വളരെയധികം സമയം നിൽക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ യാത്രക്കാർ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നേരത്തെ പുറപ്പെടാനായിട്ട് ശ്രമിക്കുക. കാരണം 2 മണിക്കൂർ മുമ്പാണ് നമ്മൾ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? കണക്കാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ അതിനേക്കാളും കുറച്ച് 1-2 മണിക്കൂർ മുമ്പേ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ അവരെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ സാധാരണ ഇറങ്ങുന്നതിനേക്കാളും 1-2 മണിക്കൂർ മുമ്പേ ഇറങ്ങിയിട്ട് അങ്ങനെ 2 മണിക്കൂർ നേരത്തെ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളെ പോലും കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. വയനാട് ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ മാവൂർ, മുക്കം, എടവണ്ണപ്പാറ, കൊണ്ടോട്ടി വഴിയും ചാലിയം ഭാഗത്തുള്ളവർ അത്താണിക്കൽ യൂണിവേഴ്സിറ്റി വഴിയും തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ എമർജൻസി യാത്രകൾക്ക് മറ്റു റൂട്ടുകൾ ഉപയോഗപ്പെടുന്നതും നല്ലതാണ്. അപ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഗൾഫിലൊക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഒരു ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് രൂപയാണ് നഷ്ടം വരിക. ഒരു പക്ഷേ വിസ വരെ ക്യാൻസലായി പോകുന്ന സാഹചര്യമുള്ള ആളുകളുണ്ടാവാം. അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. ആർക്കും എന്ത് ചെയ്യരുത്, ഒരു നഷ്ടങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറഞ്ഞ മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.